ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണ്ട പാഷൻ പ്രോ വണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഫ്യൂസ് പോകണമെന്നാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് തെളിയുന്നില്ല. ഹെഡ്ലൈറ്റ് ഒരു ബൾബിൻ്റെ ഒരു പോയിൻ്റ് പോയതാണ്. ബാറ്ററി ചെക്കപ്പ് അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകൾ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ഫ്യൂസ് പോണ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്യൂസ് കംപ്ലയിൻറ്റ് വന്നോന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ബോഡി എർത്തൊക്കെ വന്ന സമയത്താണ് സാധാരണ രീതിയിൽ ഫ്യൂസ് പോകല് പതിവ്. രണ്ട് ഇതുണ്ട്. ഒന്ന്, നമുക്ക് നിലവിൽ ഡയറക്റ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ എവിടെയെങ്കിലും അഴിച്ചു നോക്കുന്ന സമയത്ത് ബോഡി എർത്തിങ് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം ഇന്ന സംഭവം കൊണ്ടാണ് പോകണമെന്നുള്ള ദിവസം പറയാം. ഇതല്ലാതെ ചിലത് വയറിങ്ങിനകത്ത് ഷോട്ടിങ് വരും. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിങ് കിറ്റ് ചേഞ്ച് ചെയ്ത് വെക്കാനാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ നമ്മൾ അഴിച്ചു നോക്കി പ്രത്യക്ഷത്തിൽ ബോഡി എർത്തിങ് ആവുന്ന രീതിയിലുള്ള ഇൻസുലേഷൻ പോയി കിടക്കുന്നതായിട്ടൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മൊത്തം വയറിങ് പൊട്ടിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയറിങ് കിറ്റേപ്പാടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ എന്തായാലും അത്യാവശ്യം പഴക്കമായിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നേക്കാം വയറിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്യാവശ്യം ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂസ് പോവുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് കെട്ടിയിടാൻ നിൽക്കരുത്. കാരണം കെട്ടിയിട്ടാൽ ചിലപ്പോൾ വയറിങ് എത്തിപ്പോവും. അപ്പോൾ നമ്മളിവിടെ കണ്ട 1-2 ഭാഗം റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയാം. വയറിങ് കിറ്റൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് തരണം, നമുക്ക് കിട്ടുള്ളൂ. ബുക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി ആരും സ്റ്റോക്ക് വയ്ക്കില്ല, ബുക്ക് ചെയ്ത് എടുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് 2022 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതായത് 12 വോൾട്ടും 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി കൂടിയും കൂട്ടത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.89 ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. 12.89 ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ കൃത്യമായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിക്കും, ലോ ആണെങ്കിൽ ലോ കാണിക്കും, പോയി തന്നെ ഇത് കാണിക്കും. ഇതിപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടൊന്ന് കാണിച്ചു കേട്ടോ. ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ വയറിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് അറിയിക്കുക. നമുക്ക് അതിൻ്റെ RC ബുക്കിൻ്റെ ഒരു കോപ്പി വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ പാർട്സ് ഓർഡർ കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ച കംപ്ലയിൻറ്റ് ഒരു പക്ഷേ റിപ്പീറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. ഐറ്റം നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ഒരു ദിവസം കയറ്റി ഇതേപോലെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് വയറിംഗ് കിറ്റൊക്കെ മാറ്റി തരാവുന്നൊരു കണ്ടീഷനിൽ സെറ്റ് ചെയ്യാം കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. ഞാനിപ്പോൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ലൂസ് കോൺടാക്റ്റുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും വരാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓക്കെ.